ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 39 യോഗമായ പ്രാദുർഭാവവും കൃഷ്ണ ജന്മോത്സവവും. ശ്ലോകം 6. നൃശംസതര കംസദേ കിമും മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തക ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വദനുജാ വിഭോ ഖലമുദീരതം ജങ്മുഷി മരുദ്ഗണപണായിദാ ഭുജമന്ദിരാണ്യേയുഷി. പദം ശംസ തര കംസ തേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തഃ ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വത് അനുജാ വിഭോ കലം ഉദീര തം ജങ്മുഷി മരുദ്ഗണപണായിദ ഭുവിജ മന്ദിരാണി യേയുഷി. അർത്ഥം: ഹേ അതിക്രൂരനായ കംസ, എന്നെ വധിക്കുന്നതുകൊണ്ട് നിനക്കെന്ത് പ്രയോജനം? നിന്റെ അന്തകൻ ഇവിടെ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട്. ഇനി എല്ലാം നല്ലപോലെ ചിന്തിച്ചു ചെയ്യുക. ഈ വിധം പറഞ്ഞ്, ഹേ പ്രഭു, അങ്ങയുടെ അനുജത്തി ദേവഗണങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കെ മറയുകയും വിശ്വകല്യാണത്തിനായി ഭൂമിയിലെ പുണ്യക്ഷേത്രങ്ങളിൽ സ്ഥിതി ചെയ്യുകയും ചെയ്തു. ശ്ലോകം 7. പ്രഗേ പുനരഗാത്മജാ വചനമീരിതാ ഭൂഭുജ പ്രലംബ ബഗപൂതന പ്രമുഖദാനവാമാനിനഃ ഭവന്നിധനകാമിയാ ജഗതി ബ്രഹ്മമൂർനിർഭയാ കുമാരകവിമാരകാ കിമിവ ദുഷ്കരം നിഷ്കൃപൈഃ. പദം പ്രഗേ പുനഃ അഗ ആത്മജ വചനം ഈരിതഃ ഭൂഭുജ പ്രലംബ ബഗ പൂതന പ്രമുഖ ദാനവ മാനിനഃ ഭവത് നിധന കാമ്യ ജഗതി ബഭ്രമു നിർഭയാഃ കുമാരക വിമാരക കിം ഇവ ദുഷ്കരം നിഷ്കൃപൈഃ. അർത്ഥം: അടുത്ത പ്രഭാതത്തിൽ കംസൻ പ്രലംബൻ, ബഗൻ, പൂതന മുതലായ അസുരരോട് ദേവിയുടെ വാക്കുകൾ പറഞ്ഞറിയിച്ചു. മതാന്ധരായ അവർ അങ്ങയെ നിഹരിക്കണമെന്ന ഉദ്ദേശത്തോടെ ഓരോ മായകൾ പ്രയോഗിച്ച് നിർഭയരായി ലോകം മുഴുവൻ തിരയുകയും ശിശുക്കളെ നിർദ്ദയം നിഗ്രഹിക്കുകയും ചെയ്തു. നിഷ്കൃപന്മാർക്ക് എന്താണ് ചെയ്തുകൂടാത്തത്? ശ്ലോകം 8. തതപശുവം അന്നിരേ ത്വയി മുകുന്ദ നന്ദപ്രിയ പ്രസൂതി ശയനേശിയേ രുവതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാ ജനൈതനയ സംഭവേ ഘോഷിതേ മുദാഹിമുവദാമ്യഹോ സകലമാകുലം ഗോകുലം. പദം തതഃ പശുപ മന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയാ പ്രസൂതി ശയനേ ശയേ രുദതി കിഞ്ചിത് അഞ്ജത് പദേ വിബുദ്ധ്യ വനിതാ ജനൈഃ തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമി അഹോ സകലം ആകുലം ഗോകുലം. അർത്ഥം: നന്ദഗോപഗൃഹത്തിൽ യശോദാദേവിയുടെ പ്രസവമഞ്ചത്തിൽ കിടന്നിരുന്ന അങ്ങ് പതുക്കെ കാലിളക്കി കരഞ്ഞപ്പോൾ സ്ത്രീകൾ മുഴുവൻ ഉണരുകയും അങ്ങയെ കണ്ട് ആനന്ദിക്കുകയും യശോദയുടെ പ്രസവവൃത്താന്തം ഘോഷിക്കുകയും ചെയ്തു. അപ്പോൾ ഗോകുലം മുഴുവൻ ആനന്ദമുഖരിതമായി തീർന്നുവെന്നല്ലാതെ ഹേ മുകുന്ദ, ഞാൻ എന്ത് പറയട്ടെ? ശ്ലോകം 9. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഭതമാഭിബന്ധ്യാദൃശ പുനസ്തനഭരം നിജം സപതി പായയന്ത്യാമുദാ മനോഹരതനുസ്പൃശാ ജഗതി പുണ്യവന്തോജിതാഃ. പദം അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തം അലം അന്തികേ പ്രഥമം ആഭിബന്ധ്യാദൃശ പുനഃ സ്തനപരം നിജം സപതി പായയന്ത്യാ മുദാ മനോഹര തനുസ്പൃശ ജഗതി പുണ്യവന്ത
ഇതാഹ. അർത്ഥം: വിടർന്നു വിലസുന്ന പുതിയ കായാമ്പ് പോലെ ശ്യാമളവർണ്ണനും മനോഹരനുമായ അങ്ങയെ അരികിൽ കണ്ട യശോദ ആനന്ദാധിക്യത്താൽ നിർനിമേഷം നോക്കിയിരിക്കുകയും പിന്നീട് മുല കുടിപ്പിച്ച് കോമളമായ ശരീരം തലോടുകയും ചെയ്തു. ഇതിന് ഭാഗ്യം സിദ്ധിച്ച യശോദ ലോകത്തിലുള്ള എല്ലാ പുണ്യവതികളെയും വെല്ലുന്നു. ശ്ലോകം 10. ഭവത്കുശലകാമ്യയാ സകലു നന്ദഗോപസ്തദാ പ്രമോദവരസങ്കുലോ ദ്വിജകുലായ കിം നാദദാത് തദൈവ പശുപാലകാ കിമുന മംഗളം തേനിരേ ജഗത്രദയമംഗളത്വമിഹ പാഹി മാമയാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം: ഭവത് കുശലകാമ്യയ സ കലു നന്ദഗോപ തഥാ പ്രമോദഭരസങ്കുല ദ്വിജകുലായ കിം ന അദദാത് തഥാ ഏവ പശുപാലകാഃ കിമുന മംഗളം തേനിരേ ജഗത്രദയമംഗളത്വം ഇഹ പാഹി മാം ആമയാത്. അർത്ഥം: അങ്ങയുടെ ജനനത്താൽ സന്തോഷസ്ഥിമിതനായ നന്ദഗോപൻ അങ്ങയുടെ മംഗളം കാക്ഷിച്ചുകൊണ്ട് ബ്രാഹ്മണർക്ക് എന്തെല്ലാം തരത്തിലുള്ള ദാനങ്ങൾ ചെയ്തില്ല, അപ്രകാരം തന്നെ മറ്റു ഗോപന്മാരും അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം ശുഭകർമ്മങ്ങൾ ചെയ്തു. ത്രിലോകക്ഷേമകാരിയായ ഈശ്വര, എന്നെ രോഗപീഠകളിൽ നിന്നും മോചിപ്പിക്കണമേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.